ഞാനെപ്പോഴും അതിന് ചോദിക്കാറുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ കയറുന്ന ആളും മൈക്ക് വെച്ച് വർത്താനം പറയുന്ന ആളുമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പെർഫോമൻസ് കാണിക്കുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇതേ ചടങ്ങിന് PT ഉഷയൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ ഇവിടം വരെ വന്നതല്ലേ, ആ പാലാരിവട്ടം സിഗ്നൽ വരെ ഒന്ന് ഓടിയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ, കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇവരിപ്പോൾ പറഞ്ഞിരുന്നത് ഞാനതിനൊരു പെർഫോമൻസ് ആയിട്ട് ഇത് പറയല്ല. ഈ പറഞ്ഞ പോലെ ഇവരെ മൂന്നുപേരെയും കണ്ടപ്പോൾ എനിക്ക് യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. മാർക്ക് ആൻ്റണി സംഘമൊക്കെ നമ്മളൊരു ആവറേജ് ഒരു 3 മണിക്കൂർ വരെയൊക്കെ മൊബൈൽ നോക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. സാധാരണപ്പെട്ട ഒരാൾ ആവറേജ് 3 മണിക്കൂർ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8 ദിവസമാകുമ്പോൾ തന്നെ 3×8 = 8 ദിവസത്തിൽ ഒരു ദിവസം മുഴുവൻ സ്ക്രീനിന് മുന്നിലാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് അത്യാവശ്യം ഒരാൾ ഇപ്പോൾ ജനിച്ച് ജീവിച്ച് മരിക്കുന്നതിനുള്ളിൽ 12 വർഷം അയാളുടെ ജീവിതത്തിലെ 12 വർഷം സ്ക്രീനിന് മുന്നിലായിരിക്കും എന്നുള്ളതാണ്. അത്രയും സ്ക്രീൻ ടൈം ഉണ്ട്. അപ്പം ഈ ട്രിനിറ്റി ആണെങ്കിലും ഒക്കെ ഇപ്പം ഇവരെയെല്ലാം ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെയെല്ലാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ നടത്തുന്ന ശ്രമങ്ങൾ, അതായത് ഒരു പ്രസ്ഥാനം അതിൻ്റെ വിശ്വസ്തതയും അതിൻ്റെ ഗുണഗണങ്ങളുടെ ഒക്കെ ഒപ്പം ഇത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ ആശയങ്ങളോടും ചിന്തകളോടും അടുത്ത് നിന്നുകൊണ്ടുള്ള ശ്രമങ്ങളെല്ലാം അവരെ കൂടുതലായിട്ട് മുന്നിലേക്ക് നയിക്കും. പിന്നെ താനിപ്പോൾ പറഞ്ഞ പോലെ പെട്ടെന്ന് കയറി എന്നോട് ഓടി വന്നിട്ട് തമാശ പറ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് അറിയാമല്ലോ. താൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഞാൻ പറയാല്ലേ, താനൊരു പാട്ട് പാടും, ഞാൻ കൂടെ പാടാം. ഞാൻ പാട്ട് പാടിയാതെ ഇവിടെ അതിന് വലിയ തമാശയാവും. തമാശ മതിയല്ലോ, നമുക്ക് തമാശ മതിയല്ലോ. നല്ല അതിഥി പാടും. അതിഥിയെ കൊണ്ട് നമുക്ക് പാട്ട് പാടിക്കാം, പാട്ട് പാടാം ഇല്ലേ? എന്നാ ഡാൻസ് കളിക്കും. അതിഥി പാടുത്താനൊരു പാട്ട് പാടും. ശരിയാവില്ല ഒരു പഴയ പാട്ട്. ഇത് ഓണർമാരല്ലേ നിങ്ങൾ 3 പേരും? അങ്ങനെ പറയല്ലേ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യല്ലേ? അത് എന്താ നിങ്ങൾ 3 പേരും കൂടി ഒരു പാട്ട്, നല്ലൊരു പാട്ട്, ഒരു പഴയ പാട്ട്. എനിക്ക് പറഞ്ഞിട്ടാണ് കൊച്ചെന്നോട് പാടാൻ പറയുന്നത്. ഒരു നല്ല പഴയ പാട്ട് പാടുന്നത്. ഇതിൽ ഒരാൾ വന്ന് ചോദിക്കും ഇതില്ലെന്ന് പറയാൻ എങ്ങനെ മനസ്സ് വരുന്നത്? ഇഷ്ടപ്പെട്ട പാടുന്നില്ല. അപ്പൊ മാർക്ക് ആന്റണി പാടിയല്ലോ. മാർക്ക് ആന്റണിക്ക് ഇതിന്റെ ശബ്ദമല്ല. നീ പാട്ടെടുക്കുവാണോ ഇതിനകത്ത്? അല്ല, മാർക്ക് ആന്റണി പാടുമോ? വാ മാർക്ക് ആന്റണി, ഏതായാലും പറഞ്ഞു വാ, നീ വാ. എനിക്കൊരു കൂട്ട് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ട. കാരണം ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്മാരെ യൂട്യൂബിന്റെ ആൾക്കാർ എഡിറ്റ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇട്ടോളും. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. ഏത് പാട്ടാണ് നമ്മൾ പാടുന്നത്? സ്വർണ്ണമുഖിലെ പാടിയല്ലോ 2 വരി. സ്വപ്നം കാണാറുണ്ടോ? ഇച്ചിരി ടോപ്പാട്ടോ, കിട്ടുമെന്ന് അറിയത്തില്ല. നോക്കാം, അറിയാലോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? നീയും സ്വപ്നം കാണാറുണ്ടോ? ചിരിക്കാതെ നല്ല പാട്ടാണ് ഞങ്ങള് അല്ലേ? ഞങ്ങൾ ഒരു കൈഡ് നല്ല പാട്ടായിരുന്നു, കൈയ്യടി കൊടുക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. മാർഗാനിയുടെ നല്ല മനസ്സിനെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കണം. ഒരാളെ അപകടത്തിൽ രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചത് വളരെ സന്തോഷം കേട്ടോ. ഇനി നിങ്ങൾ എന്റെ പണി കഴിഞ്ഞു, ഇനി അത് തീരേരി. അതിഥി പാട്ട് പാടുകയാണോ, ഡാൻസ് കളിക്കുകയാണോ, എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒറ്റയ്ക്കോ? പാട്ട് പാടും. പാട്ടില്ല, പാട്ട് എന്തെങ്കിലും ഇടാം, ഡാൻസ്. എല്ലാവർക്കും നമസ്കാരം. ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് പിഷാരടിയെ പോലുള്ള ഒരാളുടെ മുന്നിൽ എനിക്കെത്താൻ സാധിച്ചത്, ഞാൻ മലയാള സിനിമയിൽ ഒരുപാട് തെറി വിളിച്ചു. ഇപ്പം പുല്ല് എന്ന് വിളിച്ചപ്പോൾ അതാരെ വിളിച്ചു, എന്ത് കോൺടെസ്റ്റിൽ വിളിച്ചു? ഒരു നല്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി നമുക്ക് തെറി വിളിക്കാൻ പറ്റുമോ? മറിച്ച് കുടിയനായ ഒരു അച്ഛൻ സ്വന്തം അമ്മയും പെങ്ങളെയും നടുപിടിച്ചൊടിക്കുമ്പോൾ ഇതിനപ്പുറത്തുള്ള തെറി വിളിക്കണം. പറ്റിയാൽ കോമ്പിനിട്ട് 2 ഇടിയും കൊടുക്കും. ട്രിനിറ്റി ഗോൾഡിന് ഞാൻ ഇങ്ങ് എടുക്കുക. ഓക്കെ, താങ്ക് യു. அப்ப நான் எத்தனை கொலை பண்ணியிருக்கு? 96. அப்போ நீங்க தான் வின்னு அப்படியே எந்திரிச்சு நின்று லெஃப்ட்ல போய் ரைட்ல போய் வந்த பணி നോക്കിക്കോ நான் പറയൂല. ഓക്കെ, അദ്ദേഹം നമസ്കാരം. നമ്മുടെ സ്വർണ്ണമൊക്കെ മേടിക്കുന്നുണ്ടോ സുധീർ? സ്വർണം കണ്ടുപിടിച്ച് ഞാനാണ്. പക്ഷെ വെള്ളിയാ വരുന്നത്. അല്ല, വെള്ളി വരുമെങ്കിലും കണ്ടുപിടിച്ച് ഞാനായി പോയി. ആയിക്കോട്ടെ. അല്ലെ വേറെ എന്തെങ്കിലും ചോദിക്കണ്ട? വേറെ എന്തെങ്കിലും അതിഥിനെ ഇഷ്ടമാണോ? എനിക്ക് ശരിക്കും പറഞ്ഞാ ഇഷ്ടപ്പെട്ടു പോയി. അല്ല, മോക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? നല്ല ഇഷ്ടമാണ്. ആരോടും പറയണ്ട. അപ്പൊ അതുപോലെ തന്നെ പിന്നെ
ഒരു മിനിറ്റ്. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്നെല്ലാം പുള്ളിൽ ഒതുക്കി വിധി എന്ന് കരുതി സ്വയം ആസ്വദിച്ച് നിശബ്ദരായിരിക്കണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറി സാർ. പുതിയ തലമുറയിൽ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ എന്താ എങ്ങനെയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന് സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. ബട്ട് യു ട്രൈ ടു ചേഞ്ച് മിസ്റ്റർ സീനിയർ. പിന്നെ തിരിട്ടോമിനെ കണ്ടിട്ട് കുറച്ച് നാളായി. പുള്ളി കുറച്ച് നാളെ ഏറിലായിരുന്നു. പുള്ളി കുറച്ച് നാളെ ഏറിലായിരുന്നു. കുറച്ച് നാളെ കരയിലുള്ളൂ. തിരിച്ചാ അതെ. പിന്നെ അതുപോലെ തന്നെ വിജയ് இன்னைக்கு லவ் எனக்கு நடனாங்க. இன்னைக்கு பூமி பிடிக்கும், வாழை பிடிக்கும், தகண்டு பிடிக்கும், தகண்டு பிடிக்கும், காபி பிடிக்கும், டீ பிடிக்கும், உப்பு பிடிக்கும், சக்கரை பிடிக்கும், இட்லி பிடிக்கும், தோசை பிடிக்கும், ரஜினி பிடிக்கும், கமல் பிடிக்கும், பாலால் பிடிக்கும், மம்முட்டி பிடிக்கும். நாளைக்கு 2 குழந்தை பிறந்த அந்த குழந்தைய யார் லவ் பண்ணுவோம்? அந்த மாதிரி உன்னை பிடிக்கும், உன்னை பிடிக்கும். லவ் யூ டூ டி, லவ் யூ டூ, லவ் யூ டூ. ഷാരിജാന്റെ ചെറിയ ഏതാ ഏതെങ്കിലും പഴയ ഞാൻ നിർത്തി ഉമ്മനാട് സ്ഥലത്ത് നിർത്തിയിട്ട് കുറെ നാളെ അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ചെയ്യും. ഇല്ല ഇല്ല ഇല്ല, അത് ഭയങ്കര ബേസ് ആണ്. അപ്പൊ ഇവന്റെ ഒക്കെ സൗണ്ടോ തൂക്കിയാ കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നന്ദി.